ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഇലയട ഉണ്ടാക്കിയാലോ? നമ്മുടെ കേരള സ്റ്റൈൽ ഇലയട റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ? വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസുകളിൽ നിന്ന് വൈകിട്ട് വരുമ്പോഴോ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അതിനായിട്ട് ഇവിടെ ഏകദേശം ഞാൻ ഒരു 3-4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മാവ് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ സാദാ പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഏകദേശം ഒരു 1.25 ഗ്ലാസ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. കണ്ടോ, കുറച്ച് അധികം തിക്കായിട്ടല്ല, എന്നാൽ ഒട്ടും ലൂസായിട്ടല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതിൻ്റെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇവിടെ ഏകദേശം 2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കത് പാനി കാച്ചി വേണമെങ്കിൽ പാനി കാച്ചി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടതിന് ശേഷം ഇതിലേക്ക് 2-3 ഏലക്ക ഒന്ന് പൊടിച്ചിടാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ശർക്കരയും തേങ്ങയും നെയ്യും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി ഇടണം. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ മിക്സാക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ മെയിൻ ഐറ്റം വാഴയിലയാണ് കേട്ടോ. നമുക്കിത് വാഴയിലയിലും ചെയ്യാം, പിന്നെ വേറെ വട്ടയില വയണയിലയിലൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ വാഴയിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടെയുള്ള കൂട്ട് സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ 3 സൈഡ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് ബാക്കി അടയും ചെയ്തെടുക്കാം. സെയിം പോലെ തന്നെ മാവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തന്നെ വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ പരത്തിയെടുക്കുക. അതിനുശേഷം ശർക്കരയും തേങ്ങയും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആവിയിൽ പുഴുങ്ങുന്ന സമയത്ത് ശർക്കരയൊക്കെ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ.
ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കണം. ഏകദേശം ഒരു 10-20 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇഡലി തട്ടുണ്ടല്ലോ, ആ തട്ട് വെച്ച് കൊടുത്ത് ആ തട്ടിലേക്ക് നമുക്ക് ഈ ഓരോരോ ഇലയുടെയായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇലയുടെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഈവനിങ് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഓപ്പണിംഗ് അല്ലേ, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതേപോലെ ഐറ്റംസ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.